തളിക്കുളം സെന്ററിൽ നിന്ന് വടക്കുമാറി ദേശീയ പാതയോരത്ത് ചെഞ്ചായമിട്ട വാഗമര പൂത്തണലിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് അറിവിൻ്റെ അക്ഷരക്കനി തീർത്ത മഹാവിദ്യാലയം തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഞങ്ങൾ 1992 10ാം തരം ബാച്ചിലെ കുട്ടികൾ ഇന്ന് വീടിനും നാടിനും നാട്ടറിവിനുമായി ഒരു സ്നേഹസംഗമത്തിന്, സ്നേഹവർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതെന്റെ വിദ്യാലയം, ഇതെന്റെ സ്നേഹാലയം, ഇവിടെ പഠിക്കുവാൻ ഇനിയില്ല ഒരു കാലം. ആടിക്കളിക്കും വാഗ മരത്തിൽ നിന്നൂർന്നു വീഴും മഴത്തുള്ളി പല മാത്ര നമ്മളെ തൊട്ടുണർത്തി. ജീവിതമാർഗമധ്യേ ആകാശം പുൽകിയോരേ, പ്രിയരേ നിങ്ങൾക്കെന്നും നോവാലെ ബാഷ്പാഞ്ജലി. ഇതെന്റെ വിദ്യാലയം, ഇതെന്റെ സ്നേഹാലയം, ഇവിടെ പഠിക്കുവാൻ ഇനിയില്ല ഒരു കാലം. ബാച്ചിൻ്റെ വാർഷിക സ്റ്റുഡൻറ് അസോസിയേഷൻ്റെ ഈ വാർഷിക വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് നല്ല ആശംസകൾ. ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ തുടർന്നുകൊണ്ട് പോകണം, നമ്മുടെ സ്കൂളിനെ നല്ലൊരു കൂട്ടായി നിലനിർത്തണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്നും പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും.
പാറി നടന്നൊരു കൗമാരക്കൂട്ടം, കാലടി പേറിയ വിദ്യാലയമുറ്റം. സഹയാത്രികരെ, സഹപാഠികളെ, തീരാ സ്നേഹം നമ്മിൽ തോരാമഴയായി ഒഴുകും വേള ഇന്ന് പുണരാൻ വന്നു. പാറി നടന്നൊരു കൗമാരക്കൂട്ടം, കാലടി പേറിയ വിദ്യാലയമുറ്റം. സ്വപ്നപ്പീലി വിടർത്തി മഴവിൽ കാവടിയാടി, ഓർക്കാനൊരു താളും നമ്മൾ സൂക്ഷിക്കുമ്പോൾ. സ്വപ്നപ്പീലി വിടർത്തി മഴവിൽ കാവടിയാടി, ഓർക്കാനൊരു താളും നമ്മൾ സൂക്ഷിക്കുമ്പോൾ. അക്ഷരവിത്തു വിതച്ചു അറിവിൻ കതിരുകൾ ചൂടി, അക്ഷരവിത്തു വിതച്ചു അറിവിൻ കതിരുകൾ ചൂടി. അധ്യാപക മഹിമകളെന്നും ഞങ്ങൾ പാടിയിടും, അധ്യാപക മഹിമകളെന്നും ഞങ്ങൾ പാടിയിടും. കുട്ടിക്കൂറുമ്പ് ഞങ്ങൾ കാട്ടുമ്പോൾ വന്നു ചൊല്ലുന്നു നല്ല പാഠങ്ങൾ. കുട്ടിക്കൂറുമ്പ് ഞങ്ങൾ കാട്ടുമ്പോൾ വന്നു ചൊല്ലുന്നു നല്ല പാഠങ്ങൾ. പാറി നടന്നൊരു കൗമാരക്കൂട്ടം, കാലടി പേറിയ വിദ്യാലയമുറ്റം. ഇലഞ്ഞി പൂക്കുമ്പോൾ ചെമ്പകം ചൂടുമ്പോൾ, ഇലഞ്ഞി പൂക്കുമ്പോൾ ചെമ്പകം ചൂടുമ്പോൾ. നറുമണമൊത്തിരി തന്നൊരു കാറ്റെ കൂടെ പോരാമോ? മൈതാനത്തൊത്തിരി നേരം ഇടവേളകൾ ചൊല്ലും താളം, മൈതാനത്തൊത്തിരി നേരം ഇടവേളകൾ ചൊല്ലും താളം. ഇടനാഴിയിൽ മിഴിയുന്നത്ത് തേടിയ കാലം പോയി, നമ്മൾ പാടിയ കാലം പോയി. നെല്ലിക്കമ്മായി കുട്ടയിൽ വിൽക്കും നെല്ലിക്ക, ഉപ്പും മുളകും ചാലിച്ചങ്ങനെ തിന്നാനും ദുരസം. നമ്മുടെ നെല്ലിക്കമ്മായി കുട്ടയിൽ വിൽക്കും നെല്ലിക്ക, ഉപ്പും മുളകും ചാലിച്ചങ്ങനെ തിന്നാനും ദുരസം. പാറി നടന്നൊരു കൗമാരക്കൂട്ടം, കാലടി പേറിയ വിദ്യാലയമുറ്റം. സഹയാത്രികരെ, സഹപാഠികളെ, തീരാ സ്നേഹം നമ്മിൽ തോരാമഴയായി ഒഴുകും വേള ഇന്ന് പുണരാൻ വന്നു. പാറി നടന്നൊരു കൗമാരക്കൂട്ടം, കാലടി പേറിയ വിദ്യാലയമുറ്റം. സ്നേഹവർഷം 2016 എന്ന നമ്മുടെ ഈ പ്രോഗ്രാം 1992 തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ SSLC ബാച്ചിൻ്റെ ഈ സ്നേഹ കൂട്ടായ്മ ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങ് പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ആലപിക്കുന്നതിനായി നമ്മുടെ ഒരു കുഞ്ഞുമോള് നേഹ എന്ന കുട്ടിയെ
വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നിൽ ഭവാബ്ദിക്കു രാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളുടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം അന്നവസ്രാതി മുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കും നീയൊന്നു തന്നെ ഞങ്ങൾക്കുദം പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പുലിനങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം ജയിക്കുക മഹാദൈവ ദിനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴമേറും നിന്മാസ്ത്ര ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഏകദേശം 1992 SSLC ബാച്ചിൽ 293 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ 293 കുട്ടികളിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ, തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾക്കിടയിൽ 4 പേരെ ഞങ്ങൾക്ക് കൈവിട്ടു പോയിട്ടുണ്ട്. 4 പേരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഓർത്തുകൊണ്ട് അതോടൊപ്പം ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ചില അധ്യാപകരും, ആ അധ്യാപകരെ കൂടി ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമ്മൾ മൗനം ആചരിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ ഓർത്തുകൊണ്ട്. നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിലെ 1992 കാലഘട്ടത്തിലെ സ്കൂൾ ചെയർമാൻ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് PA മുഹമ്മദ് ഇസ്മായിൽ അവർകളെ വളരെ ആദരപൂർവ്വം ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളുടെ ഈ കൂട്ടായ്മയുടെ കാരണക്കാരൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഹനീഫ, അതുപോലെ നമുക്കേവർക്കും നമ്മളുടെ ഹൃദയത്തിൽ എന്നും പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്കേവർക്കും ഏറെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ മണപ്പുറം കേരള സാഹിത്യത്തിന് സംഭാവന നൽകിയ ഗോപികൃഷ്ണൻ മാസ്റ്റർ, ഈ തളിക്കുളം ഗ്രാമത്തെ, തൃശ്ശൂരിനെ, കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച പ്രിയപ്പെട്ട നമ്മളുടെ മുരളി നാരായണൻ, അതുപോലെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഗുരുനാഥനും എന്നും ഓർമ്മയായി നിലനിൽക്കുന്ന, ഇന്ന് അധ്യാപക രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ദേശീയ അധ്യാപക ക്ഷേമ ബോർഡിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ പ്രിയപ്പെട്ട മദനമോഹനൻ മാസ്റ്റർ,
നേതാക്കന്മാർ ശ്രീ സെബി ബാലൻ, ബാദുഷാ സുൽത്താൻ, അഷ്റഫ് കാപ്പിൽ, കെ എ സുധീർ, എ കെ ഗിനീഷ്, സി എം സജി തുടങ്ങി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുദിനത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സുദിനമായി മാറിയിരിക്കുകയാണ്. ആ സുദിനത്തിന് സാക്ഷിയാവുന്നതിന് വേണ്ടിയാണ് നാം ഏവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് അതുപോലെ തന്നെ ആ 24 വർഷത്തിൻ്റെ പുറകിലേക്ക് പോകുവാൻ ഇന്നത്തെ ഈ പരിപാടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ വിനയത്തോട് നന്ദിയോടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യാപകരെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട അന്നത്തെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊരു സ്നേഹവർഷം 2016 എന്ന ഒരു പരിപാടിക്ക് അവസരമൊരുക്കാൻ ഭാഗ്യമുണ്ടായി. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏകദേശം 24 വർഷങ്ങൾക്കപ്പുറത്ത് എവിടെയോ കളഞ്ഞുപോയ, എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ബാല്യത്തെ, ഒരു കൗമാരത്തെ തിരിച്ചു കിട്ടുന്ന പ്രതീതിയുണ്ട് എന്ന് പറയാൻ വളരെ അതിയായ ആഗ്രഹമുണ്ട്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്നും ഈ പരിപാടിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ വിദേശത്തുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇപ്പോഴും വാട്സപ്പിലൂടെയും ഫോണിലൂടെയും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളോടൊക്കെ, അവരുടെയൊക്കെ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ കൊണ്ട് മാത്രം ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവർ, ഞാൻ തിരിച്ചറിയുന്നു, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാട് അവരുടെ ഓർമ്മകളുണ്ട്, അവരുടെ മനസ്സുണ്ട്, അവരുടെ ശരീരം മാത്രമേ ഇവിടെ ഇല്ലാത്തതുള്ളൂ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ പരിപാടി ഒരു അവിസ്മരണീയമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവ് പ്രിയപ്പെട്ട PN ഗോപികൃഷ്ണൻ മാഷ്, അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനോട് വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് PA മുഹമ്മദ് ഇസ്മായിൽ, ഇവിടെ സ്നേഹഭാഷണം നടത്താനെത്തിയ
നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ, ഇപ്പോൾ ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത മദനമോഹൻ മാസ്റ്റർ, തീം സോങ് പ്രകാശനത്തിനെത്തിയ മുരളി നാരായൺ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദിവസമാണ്. ഈ 92 ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ, ഇന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും ചേർന്ന് ഓർമ്മകൾ അയവിറക്കുകയും നിങ്ങളുടെ സൗഹൃദങ്ങളെ കൂടുതൽ കൂട്ടിയിണക്കാനായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ തന്നെ ഒരു അധികപ്പറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ഈ കൂടിച്ചേരലിൽ എന്നെപ്പോലെ ഒരാളെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സംഘ് എന്ന് പറയുന്ന സംഘടന ഇനി ഉത്തരോത്തരം വളരട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഇതിലെന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് സെബിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. പ്രിയപ്പെട്ട ഗോപികൃഷ്ണ മാഷിന്റെ ശ്രദ്ധയിലേക്കായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. സാങ് എന്നുള്ള ഈ ഒരു സംഘടന രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്, ഈ തളിക്കുളം എന്ന് പറയുന്നത് ഒരു തീരദേശത്തിനും ഒരു കനാലിനും ഇടയിലുള്ള ഒരു അത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് തളിക്കുളം, ഒരു തീരദേശ മേഖല. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അന്നത്തെ കാലഘട്ടം മുതൽ ഇപ്പോഴും നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് കുറച്ച് ആളുകളൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മെച്ചപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ട് എങ്കിൽ തന്നെയും മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ചെറിയ ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ നമ്മുടെ സഹപാഠികളിൽ ഒരുപാട് പേർ ഇപ്പോഴും അതേ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പല കുട്ടികളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളുടെയും വിദ്യാഭ്യാസം തന്നെ നിർത്തിപ്പോയിട്ടുള്ള, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിർത്തിപ്പോയിട്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില കുട്ടികളുടെ, അന്നത്തെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരിൽ പല ആളുകളും നിത്യരോഗികളായിട്ട് ഉള്ള ആളുകളുണ്ട്. വളരെ ഗുരുതരമായ ഹൃദയ സംബന്ധമായി 3 ബ്ലോക്ക് ഉണ്ടായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെ പോലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വക മേഖലകളിലൊക്കെ ഞങ്ങളാലാവുന്ന വിധം, ഇപ്പോൾ കേവലം 5-6 മാസത്തെ സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ സമയത്തിനകം തന്നെ ഞങ്ങളാലാവുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനോടകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സദസ്സിനെയും ഈ വേദിയെയും അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ടി കെ രാമൻ എന്ന് പറയുന്ന പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, ഈ പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെയാണ്. ദത്തുമാഷയുടെ അച്ഛനാണ്, ഹാരി മാഷയുടെ ഒക്കെ അച്ഛനാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സ്കൂൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റി കൊണ്ടുവന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സ്കൂൾ സ്ഥാപിക്കാനായി കരുവത്തിൽ വേലപ്പൻ 58 സെന്റ് സ്ഥലം, ഞാനത് വിശദമായി ഇനിയും വായിക്കുന്നില്ല, ഈ ചരിത്ര പുസ്തകത്തിലുണ്ട്. എന്തായാലും ഒരു 10-23 വർഷക്കാലം കഴിഞ്ഞ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോഴുള്ള വലിയ സന്തോഷം പ്രകടിപ്പിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തല്ലിൻ്റെ കാര്യം സൂചിപ്പിച്ചത് ഒന്നുകൂടി പറയാം. അനീഫയാണ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് ചൂരലും കൊണ്ട് വരണം എന്ന് പറഞ്ഞത്. ചൂരൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പഠിപ്പിച്ച ചില കവിതകളെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവിടെ ONV കുറുപ്പിൻ്റെ, സമീപകാലത്ത് അന്തരിച്ചു പോയ ONV കുറുപ്പിൻ്റെ ആവണിപ്പാടം എന്ന കവിതയുണ്ട്. എന്നോട് രാവിലെ പറഞ്ഞത് ആരാണ് എന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. ടാഗോറിൻ്റെ മലയാളത്തിൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ആദ്യ കവിതയായ ജി ശങ്കരക്കുറുപ്പ് വിവർത്തനം ചെയ്ത ഞാനറിവിയില ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി, അത് ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് ആരാണ് പറഞ്ഞത് എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതുണ്ട്. പക്ഷേ ഈ പുസ്തകത്തെയാകെ പിന്നീട് ഞാനൊരു വളരെ ചെറിയ പ്രായത്തിൽ അധ്യാപകനായി വന്നതുകൊണ്ട്, അധ്യാപകൻ്റെ ജോലി ആളുകളെ തല്ലുക എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയ ഒരാളാണ്. പിന്നീടാണ് ഇതെല്ലാം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പിന്നീട് മനസ്സിലായത്. അതുപോലെ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊരു വിമർശന ബുദ്ധിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതും പിന്നീടാണ്. പഠിപ്പിച്ച കവിത പഠിപ്പിക്കാനായിരുന്നു എനിക്കിഷ്ടം. പഠിപ്പിച്ച കവിതകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക്
പിന്നീട് ഇഷ്ടം തോന്നിയ ഒരു കവിത, അത് വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന കവിതയാണ്. എൻ്റെ ആദ്യത്തെ വരി തുളസി ടീച്ചറെ, ആദ്യത്തെ വരി നമ്മുടെ ഉജ്ജ്വല മുഹൂർത്തത്തിൻ്റെ ആദ്യത്തെ വരി, അത്രയാം മഹർഷിതൻ. രുക്മിണി ടീച്ചറെ ഓർമ്മയില്ല എനിക്കും. ഉജ്ജ്വല മുഹൂർത്തം അതിൽ ആദ്യ വരി ഓർമ്മയുണ്ടോ? പോട്ടെ, അത് വേണ്ട. ഇത് എല്ലായ്പ്പോഴും കുട്ടികൾക്കും എനിക്കും ഓർമ്മയുള്ള കവിതയാണ് ആവണിപ്പാടം എന്ന് പറയുന്നത്. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു, പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചോരു പെൺമണിയെപ്പോൽ കുണുങ്ങി നിന്നു. ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ആരു വന്നു. ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ആരു വന്നു. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി ഒത്തുവന്നു. വരികളേതെന്ന് ഓർമ്മയില്ല. കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ട് ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ. കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ട് ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ. മുണ്ടു മുറുക്കി ഉടുത്തുകൊണ്ട് ചുണ്ടു മുറുക്കി ചുവന്നുകൊണ്ട്. എങ്ങനെയാ വരി? വ്യത്യസ്തരായ കിളികൾ ഈ ചിങ്ങപ്പാടത്തേക്ക് വരികയാണ്. വരികൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് അവിടെ ആവലാദികളാണ്, അവിടെ പായാരമാണ്. തത്തമ്മയ്ക്കുണ്ടോ ഒരു പായാരം ചൊല്ലാൻ, തത്തമ്മയ്ക്കുണ്ടോ ഒരു പായാരം ചൊല്ലാൻ. കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വിശന്നേ ഇരുന്നു, കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു. മുത്തശ്ശിക്കേറെ വയസ്സായി, കൊല്ലവും പുത്തരിയുണ്ണാൻ കൊതിയായി. താഴ്ത്തി എരിഞ്ഞോരു പുന്നൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി. എല്ലാ വരികളും ഓർമ്മയില്ല, പഠിപ്പിച്ചിട്ടും കുറെ കാലങ്ങളായി. ഈ ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന കവിത രാമനും സീതയും അനുജൻ ലക്ഷ്മണനും കാനനവാസത്തിനിടയ്ക്ക് അത്രി മഹർഷിയുടെ വീട്ടിൽ ചെല്ലുക. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അന്നവിടെ ഫലമൂലാദികൾ ഭക്ഷിച്ച് ഓടലെണ്ണ ഒഴിച്ച ആ തിരിയിട്ട വിളക്കിൻ മുമ്പിൽ മഹർഷിയും ഇവരെല്ലാം ഒത്തുചേർന്ന് ഇരിക്കുമ്പോൾ അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ അവർ പറയുന്നുണ്ട്, സീതയോട് പറയുന്നെന്താ, എല്ലാ ആഭരണങ്ങളും ചാർത്തി നിന്നെ ഒന്ന് കാണുവാൻ എനിക്ക് മോഹമുണ്ട്. എല്ലാ ആഭരണങ്ങളും ചാർത്തി നിന്നെ കാണുവാൻ എനിക്ക് മോഹമുണ്ട് എന്ന് പറയുക. ആ കവിതയുടെ ഏറ്റവും വലിയ സത്ത എന്ന് പറയുന്നത് സന്യാസ ജീവിതം നയിച്ച, മഹർഷി ജീവിതം നയിക്കുന്ന ഒരമ്മയുടെ മനസ്സിൽ പോലും മാതൃത്വത്തിന്റെ മഹനീയമായ അംശം, അതിൻ്റെ ഏറ്റവും ഉന്നതമായ അംശം, ഭാവം അതുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് സന്യാസിനിയായിട്ടും മഹർഷിണിയായിട്ടും ഏറെക്കാലം കഴിഞ്ഞിട്ടും ആ ജീവിതത്തിലൂടെ ഏറെക്കാലം മുന്നോട്ട് സഞ്ചരിച്ചിട്ടും ഈ സീതയെ അടുത്തു കിട്ടിയ ഒരവസരത്തിൽ അവളുടെ പ്രാണപ്രിയൻ അടുത്തു നിൽക്കുമ്പോൾ ഈ രണ്ടുപേരെയും ചേർത്ത് ഒന്ന് കാണാൻ ഈ അമ്മ, ഉള്ളിലുള്ള മാതൃത്വത്തിന്റെ അടങ്ങാത്ത വെമ്പലിൽ ഈ അമ്മ ഒന്നുകൂടി ചോദിക്കുന്നു, നിന്നെ അങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കവിത പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഒരുപക്ഷെ ആ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ കവിത അതായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോയത്. എന്തായാലും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് വീണ്ടും ഇവിടെ 91 ബാച്ചിലെ കുട്ടികളും ഇവിടെ ഉണ്ട്. ഒരു പരിപാടി കൂടി വൈകാതെ വരുന്നുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട്. അന്നും ഇതുപോലെ പങ്കെടുക്കാൻ കഴിയണമേ എന്ന് ആശംസിക്കുന്നു. അക്കൂട്ടത്തിൽ എൻ്റെ സഹപ്രവർത്തകർക്കൊപ്പം തന്നെ പങ്കെടുക്കാൻ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, പല കാരണങ്ങളുണ്ടാകാം. അവരെല്ലാവരെയും കാണാൻ ഉള്ള ഭാഗ്യം ഇനിയുള്ള നാളുകളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ
ഈ വാക്കുകൾ അതിന് സ്നേഹഭാഷണം എന്ന് പേരിട്ടാൽ അതായിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പറയാനുള്ളത് ചിലത് പറഞ്ഞു എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, നിർത്തുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ഗുരവേ നമഃ തസ്മൈ ഗുരവേ നമഃ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ആദ്യമായി പ്രണമിക്കുന്നു. ഈ സ്നേഹവർഷത്തിലേക്ക് എത്തിച്ചേർന്ന 92-ലെ എല്ലാ വിദ്യാർത്ഥികളോടും എൻ്റെ സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ കാരണം ഗിന്നസ് റെക്കോർഡ് എന്ന ലോക പ്രശസ്തിയാണ്. ഒരു ഗിന്നസ് റെക്കോർഡിനേക്കാൾ ഉപരി ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ, തളിക്കുളം ഗ്രാമം മുഴുവൻ ജാതി മത രാഷ്ട്രീയമെല്ലാം മറന്ന് ഉണ്ണാതെ ഉറങ്ങാതെ ഒരു തപസ് പോലെ ഇരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗിന്നസ് റെക്കോർഡ്. അതിന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഈ ഗിന്നസിൽ ഞാനൊരു കാര്യം കൂടി, ഒരു സന്ദേശം കൂടി ചെയ്തിരുന്നു. 4 സംഗീത ശൈലികളാണ് ഞാൻ ഈ ഗിന്നസിൽ ഉപയോഗിച്ചത്: ഹിന്ദുസ്ഥാനി, കർണാടക, വെസ്റ്റേൺ, ഫോക്ക്. ഈ 4 സംഗീതവും ഞാൻ 4 സമുദായത്തിൻ്റെതായി തരംതിരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതം മുസ്ലിം സമുദായത്തിൻ്റെതാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രഗത്ഭരായ എല്ലാവരും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. ബിസ്മില്ല ഖാൻ, ഗുലാം അലി, പർവീൻ സുൽത്താന തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാർ ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ളവരാണ്. കർണാടക സംഗീതം എന്ന് പറയുന്നത് ഹിന്ദു സവർണൻ്റെതാണ്. അതിലെ എല്ലാ പ്രഗത്ഭരും ഹിന്ദുസാണ്. ഈ വെസ്റ്റേൺ സംഗീതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെതാണ്. മൊസാർട്ട് തുടങ്ങിയ പ്രഗത്ഭരായ സംഗീത ചക്രവർത്തികൾ ആ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളതാണ്. ഈ ഫോക്ക് സംഗീതം എന്ന് പറയുന്നത് അവർണ സംഗീതമാണ്. സാമ്പത്തിക മേഖലയിൽ വളരെയധികം താഴ്ന്നു ജീവിക്കുന്ന ആൾക്കാരുടെ സംഗീതമാണ് ഈ ഫോക്ക് സംഗീതം. പണ്ട് മക്കളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മമാർ പാടുന്നൊരു പാട്ടുണ്ട്. മനസ്സിലായോ? ബാബുരാജൻ്റെ ഒരു പാട്ടുണ്ട്,
ഇവിടെ ഒരുപാട് സഹോദരിമാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സുറുമയെഴുതിയ മിഴികളെ ഒട്ടു നേരമല്ല 20 മണിക്കൂറും 20 മിനിറ്റും 50 സെക്കൻഡുമാണ് എൻ്റെ കൂടെ കൃഷ്ണൻ കണ്ണൻ ഒട്ടി നിന്നത്. അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ആ ഗിന്നസ് റെക്കോർഡ് ജയിച്ചത്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ്, ആശീർവാദം കൊണ്ടാണ്. നിങ്ങളുടെ ആ തപസ് പോലെ നിങ്ങൾ ഉണ്ണാതുറങ്ങാതെ ഇരുന്ന് ആ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ജനുവരി 9 പദ്ധതികളിൽ നിങ്ങളുടെ മാത്രം പ്രാർത്ഥന കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ഈ തളിക്കുളത്തിൻ്റെ മണ്ണിൽ ജീവിക്കാൻ എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന് ഇത്രയും സ്നേഹസമ്പന്നരുടെ കൂടെ, അതായത് ഗിന്നസിന്റെ അതോറിറ്റി വന്നിട്ട് സുനിൽ ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്, തളിക്കുളം ഇത്ര സ്നേഹസമ്പന്നമാണോ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സമൂഹത്തെ കണ്ടിട്ടില്ല, ഒരു ഓഡിയൻസിനെ കണ്ടിട്ടില്ല. ഇത്രയും രാവും പകലുമില്ലാതെ ഒരുപോലെയായിരുന്നു. 10,000-കണക്കിന് ജനങ്ങളാണ് അവിടെ നമ്മുടെ പരിപാടി കാണാൻ വന്നത്. ഇതുവരെ അവരുടെ ഈ ഗിന്നസ് റെക്കോർഡിൽ 10ഉം 15ഉം പേര് മാത്രം ഉണ്ടായിരുന്ന ഓഡിയൻസിൽ നമ്മൾ 10,000-കണക്കിന് പേരുകളെ കണ്ടപ്പോൾ അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ തളിക്കുളം എന്ന ഗ്രാമം ഇത്ര സ്നേഹ സമ്പൂർണ്ണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് എൻ്റെ വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം തളിക്കുളംകാരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ തളിക്കുളമേ, നിങ്ങൾക്ക്